നമ്മളിന്ന് മൂവാറ്റുപുഴ ഉണ്ടുള്ളത്. മൂവാറ്റുപുഴ വാഴക്കുളത്ത് പൈനാപ്പിൾ സിറ്റി എന്നാണല്ലോ ഇങ്ങോട്ട് പറയാം. അവിടെ നമ്മൾ പൈനാപ്പിൾ കയറ്റാൻ വന്നതാണ്. നമ്മൾ കൊണ്ടുപോകുന്നത് ഹൈദരാബാദ് നിസാമാബാദിക്കാണ്. അപ്പോൾ ഇത് അവർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കാണ് കേട്ടോ കയറ്റുന്നത്. നല്ല വൃത്തിയിലാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടി പോകാത്തൊരു സൈറ്റ് ആയത് കാരണം ഒരു 4 വീൽ പിക്കപ്പാണ് വേണ്ടത്. നമ്മൾ അർജുൻ്റെ പിക്കപ്പാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഇതാ ദോശയും കടലക്കറിയും കിട്ടി. നല്ല അടിപൊളി കടലക്കറിയായിരുന്നു. അർജുൻ കൊണ്ടുവന്നതാ. അവൻ വരുന്ന വഴിക്ക് ഞാൻ ചായ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവനാണ് കൊണ്ടുവന്നത്. പിന്നെ ആ വണ്ടിയിലൊരു 3-4 ട്രിപ്പൊക്കെ ആയപ്പോഴേക്ക് വണ്ടിയിൽ മുക്കാഭാഗം നിറഞ്ഞിട്ടാണ്. ചെളുമ്പും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് മാത്രം ക്വാളിറ്റി ഉള്ളതേ കയറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൈസയ്ക്ക് പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് വാടകയ്ക്കൊക്കെ ബുദ്ധിമുട്ടാവും. നല്ലത് മാത്രം ക്വാളിറ്റി ഉള്ളത് മാത്രമേ അവർ കയറ്റുന്നുള്ളൂ. തിരഞ്ഞ് കയറ്റുകയാണ്. ഇത് ഞാൻ അർജുൻ്റെ ഒപ്പം പിക്കപ്പിൽ പോയിട്ടാണ്. വണ്ടിയിൽ കുറേ ഇരുന്നപ്പോൾ വെറുത്തപ്പോൾ അവൻ്റെ ഒപ്പം പിക്കപ്പിൽ വണ്ടി ഷട്ടിലടിക്കുന്നിടത്തേക്ക് പോയി. അവിടെ ആ തോട്ടം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. തോട്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് 2-3 സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഒരുപാട് സൈറ്റ് മാറി എടുക്കുന്നത്. വണ്ടി പോണത് ഓരോരോ സൈറ്റിലേക്കാണ്. പിന്നെ നമ്മൾ തോട്ടത്തിൽ നിന്ന് എടുത്ത് ഇറങ്ങി. ഇത് 4 വീലുള്ളൊരു പിക്കപ്പാണ്. നമ്മൾ അർജുൻ്റെ പിക്കപ്പാണ്. ആ ഒരു പിക്കപ്പിലാണ് നമ്മൾ മാറ്റി അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പൈനാപ്പിളാട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള പൈനാപ്പിളാണ് അവിടുത്തേക്ക്. ഞാനൊന്ന് 2 വണ്ടിയിലെടുത്ത് വെച്ചായിരുന്നു പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഏകദേശം വണ്ടി ഫില്ലാവാനായി തുടങ്ങി. ഇനി ഷീറ്റിട്ട് ഇത് കെട്ടാനൊക്കെ നല്ല സുഖമാണ്. ഷീറ്റിട്ട് ഒറ്റ കെട്ടൽ. ഇനി ഹൈദരാബാദിലേക്ക് പോണ കാഴ്ചകൾ നമുക്ക് വഴിയെ കാണാവേ.